ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ ടീം പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പതിപോലെ തന്നെ രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ ഗില്ലാണ് ഉപനായകൻ. സിറാജിനും സഞ്ജു സാംസണും ഒന്നും ടീമിൽ ഇടമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി പറയാവുന്ന കാര്യം. സഞ്ജു സാംസണെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ടീമിൽ അദ്ദേഹം ഇടം നേടുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത്. എന്തായാലും ബാക്കപ്പ് കീപ്പറായി പന്തിനെ തന്നെയാണ് BCCI തിരഞ്ഞെടുത്തത്. സിറാജിന്റെ ഏകദിന കണക്കുകൾ വളരെ മികച്ചതാണെങ്കിലും സിറാജിനും അവസാന നിമിഷം ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു. എന്നാലും ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് താരം ചില നിർണായക വിവരങ്ങൾ ആരാധകരോട് പങ്കുവച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താൻ രഞ്ജി മത്സരങ്ങൾക്ക് ഇറങ്ങുമെന്ന് രോഹിത് ശർമ്മ അറിയിച്ചിരിക്കുകയാണ്. 23-ാം തീയതി തുടങ്ങുന്ന മുംബൈയുടെ ആദ്യ രഞ്ജി മത്സരത്തിൽ താൻ ഉണ്ടാകുമെന്ന് നായകൻ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ബുംറയുടെ പാർട്ടിസിപ്പേഷൻ ചാമ്പ്യൻസ് ട്രോഫിയിലെ അത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നതാണെന്നും ഗ്രൂപ്പ് സ്റ്റേജിൽ ബുംറയുടെ അഭാവം എങ്ങാനും തങ്ങൾ നേരിടേണ്ട വന്നാൽ അതിന് പകരക്കാരനായിട്ടാണ് അർഷ്ദീപ് സിംഗിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും രോഹിത് ശർമ്മ അറിയിച്ചിട്ടുണ്ട്. ജയ്സ്വാളിനെ ആദ്യ ഏകദിന പരമ്പരയ്ക്ക് ഒരുങ്ങുമ്പോൾ കഴിഞ്ഞ 6-8 മാസങ്ങളിലെ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താരത്തിന് ടീമിൽ ഇടം നൽകിയതെന്നും നായകൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ട്രോഫി വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദിന ക്യാപ്റ്റൻസി അതുപോലെ തന്നെ ടീമിലെ അദ്ദേഹത്തിന്റെ സ്ഥാനവും എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.